ആ ക്ലിനിക്കിലെ ഡോക്ടർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു കേട്ടോ. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പല്ലുവേദന ഉണ്ടായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോയി. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു പല്ലിന് റൂട്ട് കനാൽ ചെയ്താൽ മതി, പല്ലിൻ്റെ വേദന മാറിക്കോളും എന്ന് പറഞ്ഞു. അതിൽ പുള്ളി പറഞ്ഞു അല്ല ആദ്യം നിങ്ങൾ മരുന്ന് തരി എന്നിട്ട് ഞാൻ റൂട്ട് കനാൽ ചെയ്യാൻ വരാമെന്ന്. അല്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൂട്ട് കനാൽ ചെയ്താൽ മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് ഇഷ്ടമായില്ല. പുള്ളി പറയുന്നത് മരുന്ന് പോലും എഴുതി തരാത്ത ഡോക്ടർ ശരിയല്ല എന്നാണ്. ശരിക്കും പുള്ളിക്കാരി ചെയ്തതാണ് ശരി. ആ ഡോക്ടർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് മുന്നേയും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫെക്ഷൻ പല്ലിൻ്റെ ഇൻഫെക്ഷൻ കാരണം പനിയോ അല്ലെങ്കിൽ ഭയങ്കര സ്വെല്ലിങ്ങോ എന്തെങ്കിലും വന്നിട്ടെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എല്ലാ പല്ലുവേദന വരുന്നതിനും നിങ്ങൾ മരുന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് കോമൺ ആണ്. ഏത് പല്ലുവേദനയ്ക്കും ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കും. നമുക്കിത് ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ മതി, അവർ ആൻറ്റിബയോട്ടിക് എടുത്തു തരും. ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യ ഈ കാര്യത്തിൽ നമ്പർ 1 ആണ്. കാരണം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് മിസ്യൂസ് ചെയ്യുന്നതിലൂടെ. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ ഈ ബാക്ടീരിയക്ക് ആൻറ്റിബയോട്ടിക്കിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അത് വരുന്നത് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് മിസ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ പല്ലുവേദനയ്ക്കും ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കരുത്. ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കുക. അല്ലാത്ത പക്ഷം ആൻറ്റിബയോട്ടിക് ഒഴിവാക്കുക. അധികമായിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പെയിൻ കില്ലർ വാങ്ങി കഴിക്കാം. അല്ലാതെ ആൻറ്റിബയോട്ടിക് എപ്പോഴും ചൂസ് ചെയ്യരുത്.